ചരിത്രത്തിലാദ്യമായി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പി. അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. ബി.ജെ.പിയിലെ അഡ്വക്കേറ്റ് പി.എൽ. ബാബുവാണ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വലിയ പിരിമുറുക്കം ഏവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യ റൗണ്ട് തെരഞ്ഞെടുപ്പ് നടന്നു. ബി.ജെ.പിക്ക് അവരുടെ അംഗസംഖ്യയായിട്ടുള്ള 21 വോട്ട് നേടാനായി, എൽ.ഡി.എഫിന് 20 വോട്ട് അവരുടെ അംഗസംഖ്യ പിടിക്കാനായി, യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം 12 വോട്ട് അവർക്കും നേടാൻ കഴിഞ്ഞു. അങ്ങനെ 1ഉം 2ഉം സ്ഥാനക്കാർ തമ്മിലുള്ള മത്സരമായി പിന്നീട് മൂന്നാം ഘട്ടത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ ഒഴിവാക്കിക്കൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ഈ സമയത്ത് യു.ഡി.എഫ് വിട്ടുനിന്നു. എൻ.ഡി.എയെ സംബന്ധിച്ചിടത്തോളം 21 വോട്ട് അവരുടെ വോട്ട് നിലനിർത്താൻ കഴിഞ്ഞു. ആ വോട്ട് എൻ.ഡി.എ പിടിച്ചു. എന്നാൽ എൽ.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം 2 വോട്ട് അവർക്ക് അസാധുവായി. 20 എന്നുള്ളത് 18 കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് 2 പേർ ഒപ്പിടാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ഒപ്പിട്ടില്ല എന്നതാണ് ഇപ്പോൾ ബോധ്യമാകുന്നത്. ഒന്ന് ഹരിഹരൻ, മറ്റൊന്ന് എൽ.ഡി.എഫിൻ്റെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിന്ദു ശൈലേന്ദ്രൻ. ഇവരുടെ വോട്ടുകളാണ് അസാധുവായിരിക്കുന്നത്. തുടർന്ന് ചെയർമാനായി പി.എൽ. ബാബുവിനെ പ്രഖ്യാപിക്കുകയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. തൃപ്പൂണിത്തുറയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യും എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ തവണ എൽ.ഡി.എഫ് ആണ് നഗരസഭ ഭരിച്ചിരുന്നത്. ആദ്യമായാണ് ബി.ജെ.പി. ഇപ്പോൾ അധികാരത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ തവണ 2ാം കക്ഷിയായിരുന്നു ബി.ജെ.പി. ഈ ചെയർമാൻ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പിയിൽ ചില അസ്വാരസ്യങ്ങളും അതോടൊപ്പം തന്നെ പടർപ്പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ കാര്യങ്ങളിൽ ബാധിച്ചില്ല. എന്നാൽ തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളില്ലെന്നും ഒറ്റക്കെട്ടാണെന്നുമാണ് ബി.ജെ.പി. നേതൃത്വം വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ ബി.ജെ.പി. ചെയർമാൻ വന്നിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ചെയർമാനായി പി.എൽ. ബാബു വന്നിരിക്കുകയാണ്. ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.